വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. 12 വർഷത്തെ അധികാരത്തിനൊടുവിൽ, അഥവാ 4 വർഷം അധികാരത്തിലേറി, അങ്ങനെ 12 വർഷങ്ങൾ 3 പീരീഡിലായി കൈകാര്യം ചെയ്ത നെതന്യാഹു പടിയിറങ്ങി പോകുമ്പോൾ ഇസ്രയേലിന്റെ ചരിത്രത്തിലാദ്യമായി ഇസ്രയേലിന്റെ അധികാര പടികയറുകയാണ് ഇസ്രയേലിലെ ന്യൂനപക്ഷ വിഭാഗമായിട്ടുള്ള അറബ് വംശജരുടെ പാർട്ടിയായ റാം. എങ്ങനെയാണ് വെറും 4 സീറ്റുകളുള്ള ഇസ്രയേലിലെ ന്യൂനപക്ഷ വിഭാഗമായിട്ടുള്ള അറബ് വംശജരുടെ പാർട്ടിയായ റാം അധികാരത്തിന്റെ ഭാഗമാവുന്നത്? എങ്ങനെയാണ് പലസ്തീനികളെ കൊന്നൊടുക്കിയ നെതന്യാഹുവിനെ ഇവർ തോൽപ്പിച്ചത്? അത് നിങ്ങൾ അറിയേണ്ട കഥ തന്നെയാണ്. അതായത് ഇസ്രയേലിലെ പ്രതിപക്ഷ പാർട്ടികൾ 2 തട്ടിലായിരുന്നു. യായിർ ലാപ്പിഡിന്റെ സംഘം മറ്റൊരു തട്ട്, തീവ്ര വലതുപക്ഷ നിലപാടുള്ള, അതായത് അത്ര നല്ല രീതിയിലല്ലാത്ത ഒരാളായിട്ടുള്ള നഫ്താലി ബെനറ്റിന്റെ സഖ്യം മറ്റൊരു ഭാഗത്ത്. അങ്ങനെ 2 ടീമുകൾ, അതായത് ഇസ്രയേലിലെ ശക്തരായ പ്രതിപക്ഷങ്ങൾ 2 ടീമായി 2 ഭാഗത്ത് നിൽക്കുന്നു. നെതന്യാഹു അദ്ദേഹത്തിന്റെ സംഘത്തെയും ചേർത്ത് ഒറ്റയാനായി ഇങ്ങനെ 3 തവണ അധികാരത്തിലേറുന്നു. ഇത് കണ്ടു നിൽക്കാനാവാതെ യായിർ ലാപ്പിഡും നഫ്താലി ബെനറ്റും ഒത്തുചേരുന്നു. 8ഓളം പ്രതിപക്ഷ പാർട്ടികൾ അതിന്റെ ഭാഗമാകുന്നു. യായിർ ലാപ്പിഡിന്റെ നിർദ്ദേശപ്രകാരം ന്യൂനപക്ഷ വിഭാഗമായിട്ടുള്ള അറബ് വംശജരുടെ രാഷ്ട്രീയ പാർട്ടിയായ റാമും ഈ സഖ്യത്തിന്റെ ഭാഗമാകുന്നു. അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ 8ഓളം പ്രതിപക്ഷ പാർട്ടികൾ ഒത്തുനിന്നുകൊണ്ട് നെതന്യാഹുവിനെ നേരിടുന്നു. ഇതിനകത്തും നെതന്യാഹുവിന്റെ മുഖമുള്ള ഒരുപാട് ആളുകളുമുണ്ട്. അത് വേറൊരു കാര്യം. അങ്ങനെ നെതന്യാഹുവിനെ തോൽപ്പിക്കുകയും വിശ്വാസ വോട്ടെടുപ്പിൽ വെറും 1 വോട്ടിന്റെ കുറവിൽ നെതന്യാഹു തോറ്റുപോകുന്നു. അതായത് 59 വിശ്വാസ വോട്ടുകൾ ആർക്ക് ലഭിക്കുന്നു? നെതന്യാഹുവിന് ലഭിക്കുന്നു. 60 വോട്ടുകൾ നഫ്താലി ബെനറ്റിനും യായിർ ലാപ്പിഡിന്റെ സംഘത്തിനും ലഭിക്കുന്നു. അങ്ങനെ നെതന്യാഹു അധികാരത്തിന്റെ പടിയിറങ്ങി പോകുന്നു. നഫ്താലി ബെനറ്റ് എന്ന് പറയുന്നത് അത്ര നല്ല ആളൊന്നുമല്ല. ഇത്തിരി തീവ്ര നിലപാടുള്ള ആള് തന്നെയാണ്. വലിയ ആശ്വാസമുള്ള കാര്യമൊന്നുമല്ല. പക്ഷേ ഈ അധികാരത്തിന്റെ ഭാഗമായി ചരിത്രത്തിൽ ആദ്യമായി അറബ് വംശജർ വരുമ്പോൾ അവരുടെ 4 സീറ്റും അവരുടെ 4 വോട്ടുകളും ഇതിനകത്തുണ്ടാകുമ്പോൾ അതൊരു വലിയ പ്രശ്നം തന്നെയാണ്. കാരണം നെതന്യാഹു അധികാരത്തിൽ നിന്ന് പുറത്തേക്ക് പോയി, നഫ്താലി ബെനറ്റ് അധികാരത്തിലേറി. ഒരു വോട്ടിന്റെ ബലത്തിലാണ് അവർ അധികാരത്തിൽ നിൽക്കുന്നത്. 4 സീറ്റുകളുള്ള അറബ് വംശജരുടെ പാർട്ടിയായിട്ടുള്ള റാം ഏതെങ്കിലും രീതിയിൽ ഒരു വിയോജിപ്പ് പ്രകടമാക്കി അധികാരത്തിന്റെ പടിയിൽ നിന്ന് താഴോട്ടിറങ്ങിയാൽ, പിന്തുണ പിൻവലിച്ചാൽ, വീണ്ടും ഇസ്രയേലിലെ രാഷ്ട്രീയം കലങ്ങി മറിയും. വീണ്ടും നെതന്യാഹു തന്നെ അധികാരത്തിലേറും. നഫ്താലി ബെനറ്റിന് 2023 വരെയാണ് പ്രധാനമന്ത്രിയായി തുടരാനുള്ള കരാർ. അതായത് 2023 വരെ നഫ്താലി ബെനറ്റ് പ്രധാനമന്ത്രിയാകാൻ പാടുള്ളൂ. ബാക്കിയുള്ള സമയം യായിർ ലാപ്പിഡാണ്. യായിർ ലാപ്പിഡ് നമുക്ക് ഇത്തിരി പ്രതീക്ഷ നൽകുന്ന ആളാണ് എന്നുള്ള വാർത്തകൾ വരുന്നുണ്ടെങ്കിൽ പോലും അതൊക്കെ അധികാരത്തിലേറിയതിനു ശേഷമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഈ അധികാരത്തിന്റെ ഭാഗമായിട്ട് അറബ് വംശജരുടെ റാം ഉള്ളത് വലിയ പ്രതീക്ഷ തന്നെയാണ് നൽകുന്നത്. എന്തായാലും പലസ്തീനിലെ പിഞ്ചോമനകളെ കൊന്നുതള്ളിയ നെതന്യാഹുവിന്റെ പടിയിറക്കം അതൊരു ആശ്വാസ വാർത്ത തന്നെയാണ്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.